എറണാകുളം അങ്കമാലിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലിയുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷം. തൊഴിലാളികൾ അമിത കൂലി ചോദിക്കുന്നു എന്നുള്ളതാണ് കോൺട്രാക്ടർമാരുടെ പരാതി. മിനിമം വേതനത്തിൽ കൂടുതൽ നൽകരുതെന്ന് കാണിച്ച് കോൺട്രാക്ടർമാർ സ്ഥാപിച്ച ബോർഡ് തൊഴിലാളികൾ എടുത്തു കളഞ്ഞു. അമിത കൂലി ചോദിക്കാറില്ല എന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നത്. നിതിൻ സേവ്യർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി നഗരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വീഴുന്നത്. അതായത് മിനിമം കൂലിയല്ലാതെ മറ്റൊരു കൂലി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേസ്തിരിക്ക് 1150, ഒപ്പം ഹെൽപ്പർക്ക് 950 രൂപയ്ക്ക് അപ്പുറം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ബോർഡ് ഈ നഗരത്തിൽ സ്ഥാപിതമായത്. പിന്നീട് ആ ബോർഡ് ഈ തൊഴിലാളികൾ തന്നെ കഴിഞ്ഞ ദിവസം തകർത്ത് കളയുകയും ചെയ്തു. നമ്മളിപ്പോഴുള്ളത് അങ്കമാലി നഗരത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ഇവിടെ ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും കോൺട്രാക്ടർമാരും ഇവിടെയുള്ള ആളുകളുമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ इधर सब बोलता है कि आप गांव जाने के बाद वापस आने में टाइम आप कूली ज़्यादा बोलते वो सब बोल रहे हैं, लेकिन मेरे को मालूम नहीं. अभी 1 हफ्ता हुआ मेरा. अभी ऐसा आके मैं देखा, हर लोग बोल रहे हैं, लेकिन मेरे को मालूम नहीं क्या करेगा. ये क्या आदमी, हर आदमी का हर मर्जी है. अच्छा, मैं किसको क्या बोलेगा. मेरा काम मैं देखेगा. അതായത് തനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. തനിക്ക് 1000 രൂപയാണ് കിട്ടുന്നതെന്ന് പറയുന്നു. അങ്ങനെ മിനിമം കൂലി നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇത് സബ് ബോൾता है कि आप ज्यादा पैसा मांगता है, ज्यादा पैसे. हम तो इधर काम नहीं करता, हम लोग परमिट काम है. कॉन्ट्रैक्ट क्यों काम करता है? हम लोग पैंडल का काम करते हैं. वो शादी का मंडप पैंडल बनाते हैं, उधर ही काम करते हैं. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു പിടിച്ചുപറിയാ. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ എല്ലാ തൊഴിലാളികളും ഞാൻ പറയില്ല, കുറച്ച് പേര് വൈകുന്നേരം ആകുമ്പോൾ ഡ്രഗ്സ് അടിച്ച് സുബോധം നഷ്ടപ്പെട്ട രീതിയിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കന്ന് ജോലിക്ക് പോകണമെന്ന് നിർബന്ധമില്ല. അവരെ സംബന്ധിച്ച് അവരൊരു ടോപ്പ് റേറ്റ് ഡിക്ലെയർ ചെയ്യാണ്. അവർക്ക് ജോലി വേണമെന്ന് നിർബന്ധമില്ല, അതിൻ്റെ പേരാണ്. അപ്പോൾ ഇതേവരെ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് മാക്സിമം കൊടുത്തുകൊണ്ടിരുന്നത് 1000 രൂപയാണ് ഹെൽപ്പർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 1200, 1300 എത്തി. കൂലി ആവശ്യപ്പെട്ടാലും കൊടുക്കാൻ പറ്റില്ല എന്ന്. അല്ല, ഈ കൂലി നമുക്ക് അഫോർഡബിൾ അല്ല. സമാധാനമായ രീതിയിൽ ചർച്ച ചെയ്ത് ഒരു റേറ്റ് ഫിക്സ് ചെയ്യണം. ആ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു രജിസ്റ്റർ അവിടെ കീപ്പ് ചെയ്യണം. ഈ തൊഴിലാളികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇരുത്തുന്ന ആളായിരിക്കും. അപ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ ജോലിക്ക് പോയാൽ ജോലി തീർക്കണമെന്നും വൈകുന്നേരം വരെ നിൽക്കണമെന്നും അവർക്ക് പറ്റുന്ന തരത്തിലുള്ള കൂലി മാത്രമേ നൽകാനാകൂ എന്നാണ് നിലവിൽ കോൺട്രാക്ടർമാർ പറയുന്നത്. കൂലി കൂടുതൽ വാങ്ങാറില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ അവിടെ അത്തരത്തിലൊരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. നിലവിൽ എല്ലാ ദിവസവും രാവിലെ ഇവിടെ പോലീസുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കോൺട്രാക്ടർമാരും തൊഴിലാളികളും തമ്മിൽ ഇന്നും രാവിലെ പ്രശ്നമുണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നിലവിൽ അങ്കമാലിയിൽ നിലനിൽക്കുന്നത്. ഏതായാലും തൊഴിലാളി യൂണിയൻ അടക്കം ഇതിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.